സത്യം മാത്രം പറയുന്ന എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകളൊക്കെ സുംബ പരിശീലിക്കുകയാവുമല്ലോ. അതായത് നമുക്കെല്ലാം അറിയാലോ, ഞാൻ പണ്ടേ ഇതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ടീം തന്നെയാണ് ഇന്ത്യയിലെ പുറകിലിരുന്ന്. കാരണം എന്താ വെച്ചാൽ ഇവറ്റകളെ ചിലപ്പോൾ രണ്ടെണ്ണം അടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇവരൊക്കെ സുംബ ഡാൻസ്, പണ്ടത്തെ സുംബ ഡാൻസ് ഇല്ലേ, എല്ലാ സ്കൂളിലും വേണമെന്ന് പറയുന്നത്, അതാണ് ഞാൻ പറയുന്നത്. കുറച്ചൊക്കെ കാരണം ആരാ നമുക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാന്ന് പറഞ്ഞ പോലെ വല്ല കുട്ടികളും വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കാം ചെയ്തോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുംബ ഡാൻസ് വന്നിരിക്കുന്നത്, സുംബ ഡാൻസ്. ദൗത്യം എന്നത് ഓപ്പറേഷൻ തൂഫാൻ ആണ്. അവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ വടകര ലഹരി കേസിൽ പിടിയിലായത് അധ്യാപികമാർ എന്നതേറെ ഞെട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വടകരയില് അല്ലെങ്കിൽ പേരാമ്പ്രയില് നാട്ടുകാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളൊക്കെ എവിടെയാന്നടോ, നിങ്ങളൊക്കെ എവിടെയാന്ന്? കുട്ടികൾക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് 2 അപരാധി അധ്യാപികമാർ ഇവറ്റകളെ പിടിച്ചിട്ട് ഇപ്പോഴും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ പോരാ. അതായത് ഇവറ്റകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ വീണ്ടും വരും. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളുടെയൊക്കെ സ്വത്ത് കെട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇനി ജീവിതത്തിൽ എന്ന് പറഞ്ഞ ഇവറ്റകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു രൂപയുടെ സമ്പാദ്യം പോലും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവറ്റകളുടെ ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ആഡംബര കാറുകൾ എടുത്തിട്ടുണ്ട്. ആഡംബരമായ ജീവിതമാണ് നയിക്കുന്നത്. ഇവിടെ പല ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അതായത് പെട്ടെന്ന് പണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോഴും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും നമ്മൾക്ക് കിട്ടുക. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോഴേ ഈ ടീച്ചർമാർ സംശയമുണ്ടായിരുന്നു എന്ന് സഹ അധ്യാപകർ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അഷ്ടിക വകയില്ല, പക്ഷെ നല്ല നല്ല കാർ എടുക്കുന്നത്, അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കുന്നത്, ആഡംബരമായിട്ടുള്ള ജീവിതം, എവിടുന്ന പൈസ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി തന്നെ. അപ്പൊ ഈ ലഹരി മുഴുവൻ ഈ ടീച്ചർമാർ ആണുങ്ങൾക്കാണോ കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. വീട്ടമ്മമാർക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾ ലഹരി കൊടുക്കുന്നുണ്ടാകും. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന തരത്തിലാണ് ഇവിടെയുള്ള എല്ലാവരും പ്രവർത്തിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നപ്പോഴേ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ വന്നപ്പോഴാണ് ഇവറ്റകളെയൊക്കെ പുറത്ത് കിട്ടിയത് എന്നാണ്. 4-5 വർഷമായിട്ട് ഇവരൊക്കെ ചെയ്യുന്ന ബിസിനസ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടി, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ഈ ഒരു സിസ്റ്റം ആയതുകൊണ്ട്, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ശക്തമായ നടപടികളായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വീടിനടുത്ത് തന്നെ പുത്തൻ പണക്കാരുണ്ടാകുമായിരുന്നു. ഒരു ജോലിക്കും പോകത്തില്ല, നല്ല ആഡംബര കാറുകളും വസ്തുക്കളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന പുത്തൻ പണക്കാരുണ്ടാവും. അവരെയൊക്കെ പിടിച്ചിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയാട്ടെ. അതിൽ സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. എന്തിനധികം പറയുന്നത് സെലിബ്രിറ്റികൾ വരെയുണ്ട്. അതായത് ഗൾഫിലൊക്കെ പോയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നു. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നാട്ടിൽ വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? അവർക്ക് എവിടുന്നാണ് ഇത്രയും പണം? നമ്മളെല്ലാം ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൽബത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്ളോഗിലോ അഭിനയിച്ചാൽ വരെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് റോവർ എടുക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവർക്കൊക്കെ എവിടുന്നാണ് ഇത്രയും പൈസ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇവർ എവിടുന്നോ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ ടീച്ചർമാരെ പോലെ ആരുടെയെങ്കിലും ഇതായിട്ട് നിന്നാൽ പോരെ? അപ്പോൾ ഈ ടീച്ചർമാർ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ളൊരു വിവരം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് വരെ ഈ സാധനം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കായിരിക്കാം കൂടുതൽ. അപ്പോൾ സ്ത്രീകളായിരിക്കാം ഇവരുടെ കസ്റ്റമർ. അത് കൃത്യമായിട്ട് ചോദിച്ചറിയണം. പേരാമ്പ്രയിലെ നാട്ടുകാരോട് ഞാൻ പറയുകയാണ്, എന്തിനാണെന്നോ എല്ലാത്തിനും സമരം നടത്തുന്നില്ലേ? ഇവറ്റകളുടെ വീട്ടിലേക്കും ഒരു സമരം. ഇങ്ങനെയുള്ള ജന്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിക്കാൻ പാടില്ല. അതാ വേണ്ടത്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ കാർന്ന് തിന്നുന്ന ഒരു വലിയൊരു ശൃംഖലയാണ് ഇവർ. ആദ്യം ഈ ഒരു ടീച്ചറെ പിടിച്ചപ്പോൾ അവളുടെ ഡയലോഗൊക്കെ നിങ്ങൾ കണ്ടിരാ. രണ്ടാമത്തേനെയും കൂടി പിടിച്ചപ്പോഴല്ലേ ഇതിൻ്റെ ചിത്രം കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ ശൃംഖല തന്നെയുണ്ട്. എല്ലാത്തിനെയും തൂക്കി അകത്തിടണം, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക, സ്വത്തുക്കൾ കണ്ടുകെട്ടുക. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗതിയും പരഗതിയില്ലാതെയായിരിക്കണം വീട്ടുകളുടെ ജീവിതം. അങ്ങനെയാണെങ്കിൽ മാത്രം, ഇവരെ മാത്രമല്ല പറയുന്നത്, ഇങ്ങനെ ഈ ലഹരി കേസിൽ പിടികൂടുന്ന എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണ്. അവൻ എല്ലാ കാര്യത്തിൽ നിന്നും ബാൻ ചെയ്തോളാം. അതായത് അവനൊരു ജോലി കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത് പൈസ ഉണ്ടാവില്ല,
ഒരു കാരണവശാലും അവന് ഈ കേരളം വിട്ട് എവിടെയെങ്കിലും പോകാനോ ഒന്നിനും പറ്റാത്ത സ്ഥിതിയിൽ അവനെ പൂട്ടണം. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും രേഖകൾ വേണം, എന്നാലും മാത്രമേ ജോലി കിട്ടുള്ളൂ. അപ്പം ആ രേഖകളൊക്കെ മരവിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഉയർന്നും കിട്ടൂല. ഇത് പിന്നെ ഇങ്ങനെയുള്ള പോകുന്ന ടീമൊക്കെ ഒന്ന് ഭയക്കും. അതായത് അയ്യോ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ബില്ല ചൊറിയല്ലേ എന്ന് കരുതിയിട്ട് ഭയക്കും. ഇപ്പോഴെന്താ ഭയമില്ലാതെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ അളവ് വരെ അറിയാം. ഇത്ര ശതമാനം കയ്യിൽ വെച്ച് കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ എന്നുള്ള അളവ് വരെ അറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? എവിടെ നോക്കിക്കഴിഞ്ഞാലും തമ്മത്തല്ലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, ഭയങ്കര പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ ടീമുകൾ ഉണ്ടാകും. അതായത് ഇവന്മാരായിരിക്കാം ഇതിൻ്റെയൊക്കെ സപ്ലൈമാരെ. അവരെ പിടികൂടിയതിന് ശേഷം നല്ല രീതിയിൽ ശിക്ഷിക്കണം. 2-3 ദിവസം മുമ്പ് കൊച്ചിയിൽ നിങ്ങൾ കണ്ടതല്ലേ? അതായത് ഒരു കൂട്ടം അക്രമികൾ വന്നിട്ട് 3 ചെറുപ്പക്കാരോട് ചെയ്ത ക്രൂരത, എൻ്റെ ഭഗവാനെ. അത് മാത്രവുമല്ല, അവൻ്റെയൊക്കെ തലവെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇങ്ങനെ പൂജിക്കുന്ന ആളാ പോലും. അവനൊക്കെ റീലും കളിച്ച് നടക്കുക പോലും ചെയ്യുന്നത്. ആ റീല് കളിച്ച് നടന്നിട്ട് ഗുണ്ടായിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു അംഗീകരിച്ചതുപോലെ ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓടാൻ പറഞ്ഞതിന് ശേഷം ആ കയ്യിലുള്ള സാധനം കൊണ്ട് ടെക്കോ 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 ആക്കിക്കൂടെ? പക്ഷെ അതെങ്ങനെയാ? അപ്പോഴേക്കും വരൂലേ കുറേ എണ്ണം. മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വരും. അയ്യോ ഗുണ്ടകളാണേലും അവർ മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഭീഷണിയാണ്. ഇപ്പോഴും ശരിക്കും നാട്ടിലൂടെ ഇറങ്ങി നടക്കാൻ നമുക്ക് ഭയം തോന്നുന്നുണ്ട്. ഓരോ ആൾക്കാരും പുറത്തു വന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുന്നതൊരു ഭയമാണ്. ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് ചാവും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീം വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണി തരും. പിന്നെ എന്തിനാ നോക്കിയത് എന്ന് പറഞ്ഞിട്ട് വരെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുന്ന ടീമുകളുണ്ട്. സൈഡ് കൊടുത്തില്ലെങ്കിൽ കുത്തുന്ന ടീമുണ്ട്. മഴക്കാലത്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ കുത്തുന്ന ടീമുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി ഇല്ലെങ്കിൽ ഒരു പക്ഷേ പണ്ട് ബോംബെയിലും അതുപോലെ ഈ പിന്നെ ബാംഗ്ലൂരും മറ്റേ നമ്മുടെ വലിയ വലിയ സിറ്റികളിലൊക്കെ കാണുന്ന റൗഡീസങ്ങളിലെ അതേപോലെ ആകും ചിലപ്പോൾ നമ്മുടെ നാട് കടന്ന്. അവിടെയൊക്കെ ഇപ്പോഴും സമാധാനപരമായ ജീവിതമാണ്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതോ ലോകങ്ങളെ മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പേടിക്കുന്ന സ്ഥലത്തൊക്കെ ഇപ്പം സമാധാനപരമായ ജീവിതമാണ്. അവിടെയൊന്നും യാതൊരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ പേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊച്ചിയെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രാത്രി നടക്കാം, പക്ഷെ കൊച്ചിയിൽ ഇപ്പോഴും വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ബോധമില്ലാത്ത ആൾക്കാരാണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നതയിലേക്ക് നീങ്ങുന്ന ചില ടീമുകളുണ്ട്. അവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏജന്റുമാരായിരിക്കാം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവർ ഈ ഒരു 2 ടീച്ചർമാർ ആഡംബര കാറൊക്കെ എടുക്കുമ്പോൾ അധ്യാപകർക്കൊക്കെ സംശയമുണ്ടാകാം. പക്ഷെ ഒരാളും പുറത്തു പറയില്ല. എന്തുകൊണ്ടറിയാം? ഭയമാണ് എല്ലാവർക്കും. അതായത് ഇത് അറിഞ്ഞിട്ടുണ്ടാകും, ഇന്ന് അറിഞ്ഞവർ പലരും ഉണ്ടാകും, പക്ഷെ അവർ പുറത്തു പറയില്ല. എല്ലാവർക്കും ഭയമാണ്. അപ്പോൾ എത്ര സ്കൂളിൽ ഇതേപോലെയുള്ള ടീച്ചർമാരുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിന് എന്താണ് ഒരു സുരക്ഷ ഇങ്ങനെയുള്ള ടീമുകൾ ഇവിടെ പഠിപ്പിക്കുമ്പോഴേ? പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന അരാജകത്വങ്ങൾ, വിവാഹമോചനങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചോട്ടങ്ങൾ, ഇതെല്ലാം എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളെ പോലെയുള്ള ഈ ടീമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വലിച്ചിട്ടായിരിക്കാം. അങ്ങനെ കുടുംബം തകർന്ന നിരവധി ആൾക്കാരുണ്ടാകും. നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴേ ഇപ്പോൾ വിവാഹമോചനം നേടുന്നുണ്ട്. ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിവാഹമോചനങ്ങൾ. അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലഹരിക്ക് എവിടെയെങ്കിലും ഒരു സാന്നിധ്യം ഉണ്ടാകാം. ഒന്നുകിലും എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള ഈ ടീമുകൾ വീട്ടമ്മമാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവനടിച്ച് പാമ്പായിരിക്കും. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ മുഴുവൻ നശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവറ്റകൾ ഇനി സമൂഹത്തിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ആ പേരാമ്പ്രയിലെ ജനങ്ങളോട് പറയാനുള്ളതാണ് എനിക്ക്, ആ നാട്ടുകാരോട് പറയാനുള്ളതാണ്, ഇവരെ അയൽവാസികളോട് പറയാനുള്ളതാണ്. അതായത് നിങ്ങൾക്കൊക്കെ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ എടോ ചോദിക്കണം. നീ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്? നിന്റെ വരുമാനം എന്താണ് ചോദിക്കണം.